വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്താലോ? കുറേ നാളായില്ലേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും എടുക്കാണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ബിസിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ചെറിയ വീഡിയോസേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ കൂടെ ഇറാഷ് ബേബിയും എണീച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ടല്ലോ, ഇത് രാത്രി കുറേ ക്ലോത്ത്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മടക്കാണ്ട്. സോ ഇതൊക്കെ ഒന്ന് രാവിലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇറാഷിന് ജസ്റ്റ് TV ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കഴിയുന്നവരെ ഒന്നും സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇറാഷിനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യം ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവൻ്റെ കയ്യിൽ ജസ്റ്റ് ബ്രഷ് കൊടുത്ത് വിടും. അവനിഷ്ടമുള്ളതുപോലെ ബ്രഷ് പല്ലൊന്ന് തേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആളുടെ കയ്യിൽ കിട്ടിയ സ്പീഡായിട്ട് തേക്കും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ അതിലിട്ടിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കഴിക്കാനാണ് അവന് താല്പര്യമുള്ളൂ. അതിനുശേഷം ഇറാഷിനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ടാസ്കുള്ള പരിപാടികൾ. ഇവനെ ഫുഡ് കഴിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഓൾമോസ്റ്റ് കുട്ടികൾ ഇങ്ങനെ തന്നെയല്ലേ, ഫുഡ് കഴിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒന്ന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മദേഴ്സിന് ഭയങ്കര ഹാപ്പിയാണ്, ഒരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഫുഡ് കൊടുക്കുന്ന ടൈമിലും നമ്മളൊക്കെ വലിയ സ്റ്റോറി ടെല്ലേഴ്സാണ്. അല്ലെങ്കിൽ ഇവർ ഒരു വായ കഴിക്കൂല കേട്ടോ. സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടില്ല. എന്നാൽ പോലും TVയോ മൊബൈലോ ഒന്ന് ഓൺ ചെയ്തിട്ട് വെച്ചിട്ട് ഫുഡ് കൊടുക്കാമെന്ന് കരുതിയാൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഇവരെന്തായാലും തിരിച്ച് നമുക്ക് ഫോൺ തരൂല, അല്ലെങ്കിൽ TV ഓഫ് ചെയ്യാനേ വിടൂല. അത് ഓർക്കുമ്പോണ്ടല്ലോ എന്തായാലും സ്ക്രീൻ ടൈം കൊടുക്കണ്ടെന്ന് നമ്മൾ തന്നെ വിചാരിക്കും. ആൾ ജസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാ. ആൾക്ക് പുറത്ത് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇറാഷിനുണ്ടല്ലോ വീടിനകത്തിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് ഹെൽപ്പ് ചെയ്യാണ്. വെജിറ്റബിൾ കറി, വെജിറ്റബിൾ തോരൻ, പിന്നെ എന്തെങ്കിലും ചിക്കൻ ഫ്രൈയോ ഓംലെറ്റോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ആണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് പുറത്ത് കളിക്കാനും ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ഫുൾ ടൈം മഴയാണെങ്കിൽ അകത്തിരിക്കാനൊരു ബോറ് പോലെയല്ലേ. വേണ്ട വേണ്ട പൊന്നോ, വേണ്ടാവാ എൻ്റെ പൊന്നു തിന്നാവാ. അങ്ങനെ ലഞ്ചിനുള്ള തോരനാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഓയിലൊക്കെ വെച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ കുക്കറിൽ വേവാനിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഇറാഷിനെ വീണ്ടും കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികളുള്ള വീട്ടിലുള്ളവർക്ക് മനസ്സിലാവാം, കുട്ടികളെ എത്ര തവണ കുളിപ്പിച്ചാലും വീണ്ടും വീണ്ടും കുളിപ്പിക്കേണ്ടി വരും. കുളിപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഉറങ്ങുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഇറാഷ് ഭയങ്കര ബാക്കിലാണ്. ആൾക്ക് ഉറങ്ങാൻ തീരെ ഇഷ്ടമല്ല. രാത്രി ആണെങ്കിലും അങ്ങനെയാണ്, ഡേ ടൈം ആണെങ്കിലും അങ്ങനെയാണ്. എനിക്ക് നൈക്കാൻ്റെ ഒരു പാർസൽ ഉണ്ടായിരുന്നു. ഇത് ഡെലിവറി ചെയ്തിട്ട് ഒരു 1 വീക്കായി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോഴാണ് ഇത് വീട്ടിലേക്ക് ഡെലിവറി ആവുന്നത്. അങ്ങനെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴാണ് ഞാനൊന്ന് നോക്കുന്നത്. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരു നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നോർമലി ഞാൻ ടൗണിൽ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് ലോങ് ലാസ്റ്റിങ്ങുമാണ്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ കണ്ടപ്പോൾ ക്യൂരിയോസിറ്റി തോന്നിയിട്ടാണ് വാങ്ങിയത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടല്ലോ, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറേ ഫൗണ്ടേഷൻ നമ്മൾ എടുക്കുക, പിന്നെ അത് വേസ്റ്റ് ആവും. അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പാണ് വരുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാൻ പറ്റും. ഒരു പമ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ബോട്ടിലാണ് ഈ ഫൗണ്ടേഷൻ വരുന്നത്. അതുകൊണ്ടും ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. അടുത്തത് ഈ ഒരു BB ക്രീമാണ്. ഇതും ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ട്രൈ ചെയ്യാത്ത പുതിയ 2 പ്രോഡക്റ്റാണ് ഞാൻ ഇത്തവണ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ജസ്റ്റ് ബ്രദർ ഒന്ന് വീട് വരെ വന്നിട്ടുണ്ടായിരുന്നു. അവന് പോകുന്നതിൻ്റെ കരച്ചിലാണ് ഈ ഇപ്പോൾ കാണുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഇറാഷിനെ ജസ്റ്റ് പുറത്ത് കൊണ്ടുപോകണം. പുറത്തേക്ക് എന്ന് വെച്ചാൽ വീടിൻ്റെ വെളിയിലേക്ക് ജസ്റ്റ് വാക്കിങ്ങിനാണ്. എനിക്കെന്തായാലും ഈവനിങ് ഒരു ½ ആൻ അവർ വാക്ക് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് പുറത്ത് പോകുന്നത്. അങ്ങനെ ഇറാഷിന് ഈവനിങ് കുടിക്കാൻ ജസ്റ്റ് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി കോഫി ടീ അത്ര കുടിക്കുന്ന ആളല്ല. കോഫി ഇടയ്ക്ക് കുടിക്കും, പക്ഷേ ടീ ഒട്ടും കുടിക്കാത്ത ഒരാളാണ്. അങ്ങനെ ഇറാഷിൻ്റെ കൂടെ കുറച്ച് നേരം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആൾ ഓടരുത് എന്ന് പറഞ്ഞാൽ ഓടും, ചാടരുത് എന്ന് പറഞ്ഞാൽ ചാടും. അതാണിപ്പോൾ ഇറാഷിൻ്റെ ഒരു സ്റ്റേജ്. ഇതിപ്പോൾ ആൾ കാറിൽ കിടന്ന് ഉറങ്ങുന്നതാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ഫാസിയൊക്കെ ഇടയ്ക്ക് കാറിൽ ഇങ്ങനെ ഉറങ്ങുന്നത് ഇറാഷ കണ്ടിട്ടുണ്ട്. അതാണിപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. മക്കൾ നമ്മൾ പറയുന്നതല്ല ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ? അതെത്തെ സത്യമാണല്ലേ? മക്കൾക്ക് നമ്മളൊരു മിറർ പോലെയാണ്. എന്തായാലും നമ്മൾ എന്താണോ ചെയ്യുന്നത് അവരത് ഒബ്സർവ് ചെയ്യും. നമ്മളത് കാണില്ലായിരിക്കാം, പക്ഷെ അവർ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യും. എന്നിട്ട് അതാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ മക്കൾ എങ്ങനെയാവണമെന്ന് വിചാരിക്കുന്നോ നമ്മളതുപോലെ ആവണം അല്ലേ? അങ്ങനെ രാത്രിയായപ്പോഴത്തേക്കും ഉമ്മാൻ്റെ സ്പെഷ്യൽ പത്തിരിയും മട്ടൻ കറി ഉണ്ടായിരുന്നു. അതായിരുന്നു ഡിന്നർ. ഇറാഷിന് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്തില്ലായിരുന്നു. മൊബൈൽ നോക്കുക, സംസാരിക്കുക, അതൊക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായപ്പോഴത്തേക്കും എന്തായാലും ഇറാഷിനെ പെട്ടെന്ന് ഉറക്കണം എന്ന് വിചാരിച്ചിട്ട് ഉറക്കാൻ കൊണ്ടുപോവാണ്. കിടക്കാൻ റൂമിലെത്തിക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ TV ഓൺ ചെയ്ത് വയ്ക്കും. അപ്പോഴത്തേക്കും ആൾ റൂമിലെത്തും. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉറക്കുക, അതാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു വിശേഷം. എന്തായാലും
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.